അയ്യോടാ സാർ വന്ന് അപ്പം ഓടി വരുമല്ലോ ചേച്ചി ആണല്ലേ ഇഷ്ടപ്പെട്ടില്ലല്ലേ കുട്ടൂന്നാണോ വിളിക്കണേ ഹായ് ഹായ് കുട്ടു ക്യാമറ കണ്ടപ്പോ പുള്ളിക്കാരിയാ നോക്കുന്നത് ആണോ ചേച്ചിയാണോ നോക്കണേ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പണ്ട് വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യും വരുമ്പോ അവിടെ നിന്ന് സ്വീകരിച്ചോണ്ട് വരും ഇങ്ങനെ തോളത്ത് പിടിച്ചോണ്ട് മനസ്സിലായി വരുമ്പോ അങ്ങനെ പിടിച്ചേക്കും അല്ലേ എല്ലാ ദിവസവും പിന്നെ ഭയങ്കര സ്നേഹമാണ് ഒത്തിരി വർഷങ്ങളായി ഇവിടെ ആയിട്ട് പറഞ്ഞ പോലെ എത്ര വർഷം ചേച്ചി 6 വർഷമായി 6 വർഷമായി കാണാം അല്ലേ ചേട്ടൻ വരുമ്പോഴത്തേക്ക് വെറുതെ പാലെടുക്കാൻ വരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് വേണ്ട ചോദിക്കണ്ട ഇത്തിരി പാല് വരുമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നില്ല പാല് ഭയങ്കര വേണ്ട 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 അല്ല ചേട്ടാ ചൂടാ വേണ്ട വേണ്ട ആ അത് വേണ്ടല്ലേ പാലിനുമായിട്ടുള്ള കളി വേണ്ട എല്ലാ ദിവസവും കാത്തിരിക്കും പക്ഷെ ഞാൻ മറീൻ ഡ്രൈവിൽ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരുവേ എല്ലാ ദിവസവും വരും ഒത്തിരി നാളായി അപ്പൊ എല്ലാ ദിവസവും വരും അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ഇവരോട് പറയും അല്ലെങ്കിൽ ഇവരും കൊടുക്കും ഇവര് ഭക്ഷണം എല്ലാം കൊടുക്കും ഇത് രഞ്ജിത്ത് സാറാണ് നമ്മളോട് ഈ ടോബിനെ പറ്റി പറഞ്ഞത് ടോബി ഇപ്പൊ സെലിബ്രിറ്റി ആയി ടോബി ഇപ്പൊ ഒത്തിരി ചാനലിലൊക്കെ വലിയ സെലിബ്രിറ്റി ആയി സ്നേഹമാണ് പക്ഷെ എത്ര വയസ്സിലാണ് ഇപ്പൊ വന്നത് ഇവനെ കൊണ്ട് അബാൻഡൻ ചെയ്താണ് ഒരു വീട്ടിൽ വളർത്തിയിരുന്നതാണ് അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇടയ്ക്ക് പുള്ളി വരും ഇവിടെ നോക്കാനായിട്ട് ആരാ ടോബി എന്ന് പേരട്ടെ ടോബി എന്ന് നല്ല സ്നേഹം ആക്സിഡന്റ് ഒക്കെ വന്നാലില്ലേ അവനാ സ്പോട്ടിലുണ്ടാവും ആണോ ചേച്ചിമാരൊക്കെയാണ് നോക്കുന്നല്ലേ പാലെന്ന് ചോദിച്ച അവന്റെ ദേഷ്യം വരും പാല് ചോദിച്ചാ ഇഷ്ടപ്പെടത്തില്ലല്ലേ അതേ പോവാട്ടാ പാല് ചോദിച്ചപ്പോ കൊടുത്തില്ലെങ്കിൽ അവൻ ആന്റണി ചേട്ടൻ പുറകെ പോണ നോക്ക് അല്ല ആന്റണി ചേട്ടന്റെ പിന്നാലെ പോണാണ് കാണുന്ന ഇവന് ഇവിടെ ആദ്യം കുഞ്ഞായിരിക്കുമ്പോഴല്ലേ ഇവൻ ഇവിടെ കളയുന്നേ അത്ര കുഞ്ഞല്ലേ അപ്പൊ അവൻ വന്നു കഴിഞ്ഞിട്ടേ ചേച്ചിമാർക്ക് എന്താണെന്ന് അവനെ ഇങ്ങനെ നോക്കാൻ തോന്നിയ കാര്യം എന്താ അല്ല ആദ്യം കാണുമ്പോ അത് അവന് ആരുമില്ലെന്നുള്ള ഇതിൽ ഇവിടെ മനസ്സിലാണല്ലോ അപ്പൊ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കൊടുത്തു എല്ലാവരുമായിട്ട് സ്നേഹവും ആ ഒരു സ്നേഹത്തിൽ ഇപ്പൊ ഇവിടത്തെ ഒരാളാണല്ലേ അയാൾക്ക് വേണ്ടി ഓടും അല്ലേ പാല് തന്നെ ഇറച്ചി എല്ലാവരും ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരും പിന്നെ കാത്തു കിടക്കും ആണല്ലേ ഈ പമ്പിലെ എല്ലാവരുടെയും എല്ലാമാണ് കേട്ടോ കുട്ടൂസ് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഈ ടോബി. രഞ്ജിത്ത് സാർ മാത്രമല്ല വേറെയും കുറേ ആളുകൾ അവനും ഫുഡായിട്ട് എത്തും. എല്ലാവരോടും അവന് സ്നേഹമാണ് കേട്ടോ. രഞ്ജിത്ത് സാറിനോട് തന്നെ എന്തൊരു സ്നേഹമാണെന്ന് നോക്കുക. അനങ്ങാതെ പോയി ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. അവൻ രാവിലെയും രാത്രിയും എല്ലാം ഈ പമ്പിൻ്റെ ഓളായിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ്. അവർക്കെല്ലാവർക്കും ഒരു കാവലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടോബി കേട്ടോ. എല്ലാവരോടും സ്നേഹമാണ്, ആർക്കും ഒരു ശല്യമില്ല, വളരെ സ്നേഹമുള്ള ഒരു ഡോഗാണ്. അവൻ ശരിക്കും നല്ല ലക്കിയാണ് കേട്ടോ. ഈ ചേച്ചിമാരൊക്കെ അവനെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഇവന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കോണോ ചേച്ചി ബിസ്ക്കറ്റൊക്കെ? കൊണ്ടുവരും അല്ലേ? ടോബി ടോബി വേണ്ട ഇപ്പൊ ടോബിയാണ് ഇവിടുത്തെ താരം കേട്ടോ. അതായത് ടോബിനെ ഇപ്പൊ കുറെയൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പൊ നമ്മളും കുറച്ച് ദിവസങ്ങളായി ഇവനെ അറിഞ്ഞിട്ട്. പക്ഷെ ഇവനെ പരിചയപ്പെടുത്താനായിട്ട് ഇപ്പോഴാണ് നമുക്കൊരു അവസരം, ടൈം ഇപ്പോഴാണ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ രഞ്ജിത്ത് സാർ കൊണ്ടുവന്ന് ഇവന് പാല് കൊടുക്കുന്നുണ്ട്.
രഞ്ജിത്ത് സാർ ഇവിടെ കൊണ്ടുവന്ന് ഇവന് പാല് കൊടുക്കാറുണ്ട്. അപ്പം സാർ ഇവിടെ നടക്കാൻ വരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് ഇവന് പാല് കൊടുത്തിട്ട് പോകും. അപ്പം സാറാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡോഗ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഇവൻ എല്ലാവരോടും കമ്പനിയാണോ? എല്ലാവരോടും കമ്പനി അല്ലേ? അല്ല ചേച്ചിയൊക്കെ വാ മോനെ എന്ന് പറഞ്ഞാ വിളിക്കുന്നേ. ആന്റണി ചേട്ടൻ പറഞ്ഞിട്ട് നമ്മൾ നോക്കോ? ആണ് ആന്റണി ചേട്ടന് കൊടുക്കണ്ട. ഇവനിപ്പോ നിങ്ങൾ വാക്സിൻ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? എല്ലാം എടുത്തിട്ടുണ്ട് അല്ലേ? അല്ല ഇപ്പൊ എന്റെ ഓണർ വന്നെന്ന് പറഞ്ഞില്ലേ, കാണാൻ വന്നെന്ന് ഇടക്കിടക്ക് നോക്കും. ആണ് തിരിച്ചറിയാം. അതെ, കാരണം നമ്മുടെ രഞ്ജിത്ത് സാറിന്റെ വണ്ടി അവിടെ നിന്ന് കണ്ടപ്പോഴേ ആള് ഇവിടെ കിടക്കുന്ന എഴുന്നേറ്റു. ആണ്. എന്തുകൊണ്ടാണ് ടോബിയുടെ ഓണർ അവനെ ഉപേക്ഷിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടാണെങ്കിൽ പോലും ആ ഉപേക്ഷിക്കലൊരു നല്ല കാര്യത്തിനായി കേട്ടോ. അവനങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ ആ ഒരു ഫാമിലിയുടെ മാത്രം സ്നേഹമായിരിക്കും കിട്ടുക. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരു വലിയ സമൂഹത്തിൻ്റെ തന്നെ അത്രയും പേരുടെ സ്നേഹവും കരുതലും അവന് കിട്ടുകയാണ്. പൊന്നു മോനെ പോലെയാണ് അവനവിടെ ജീവിക്കുന്നത്. അത്രയും സ്നേഹമായിട്ടാണ് അവരവനെ പരിചരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവനും അവർക്ക് എല്ലാം ആണ്. എന്നാൽ പോലും ഇപ്പോഴും ആ ഓണർ അവിടെ വരുമ്പോൾ അവന് ആ ഒരു സ്നേഹവും നന്ദിയുണ്ട്. കുറച്ച് നാളെങ്കിലും അദ്ദേഹം അവനെ നോക്കിയതിൻ്റെ നന്ദിയും സ്നേഹമൊക്കെ അവനുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ വരുമ്പോഴേക്കും ചെല്ലുകയും എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മളും പല പ്രാവശ്യം ഈ പമ്പി പോയിട്ടുണ്ടെങ്കിലും ഇവനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ടോബി ടോബി കയ്യിന്ന് മേടിച്ചു തന്നു അല്ലേ? ഇപ്പൊ അവനറിയാം, ഇപ്പൊ അവന് സംഭവം ഉണ്ടെന്ന് അവന് പിടുത്തം കിട്ടി. അതാണ്. ആദ്യം ക്യാമറ കണ്ടപ്പോ ആൾക്കൊരു ഇഷ്ടക്കേട് തോന്നിയെങ്കിലും ഇപ്പൊ ആള് കൂട്ടായിട്ടാ. ക്യാമറമാനെ ഇഷ്ടപ്പെട്ടു. സാറിനെപ്പോലെ ഇവന് ഫുഡ് കൊണ്ടു കൊടുക്കണ വേറെ ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ടാവുമായിരിക്കും. ആണല്ലേ? ആന്റണി ചേട്ടനോട് ഇവര് ഭയങ്കര ആന്റണി ചേട്ടനോട് മാത്രമാണ് അവനെന്ത് സ്പീക്ക് ചെയ്യുന്നത് അല്ലേടാ? ചേട്ടനെ വന്ന് പാലെടുക്കുമെന്നുള്ള പേടിയാണ്. അപ്പം അന്നച്ചേട്ടനെ കാണുമ്പോ ഭയങ്കര ദേഷ്യപ്പെടും. പാല് തരുമോന്നൊക്കെ ചോദിക്കുന്നവന് മനസ്സിലാവുന്നുണ്ടല്ലേ? ഉപേക്ഷിച്ച ആൾ ഇവിടെ വരുമ്പോഴും ഭയങ്കര സ്നേഹം കാണിക്കും. ഇവൻ സ്നേഹം കാണിക്കും അല്ലേ? പറഞ്ഞു ചേച്ചി. എന്താണ് ആന്റണി ചേട്ടനോട് ഇത്ര ദേഷ്യം? ആഹാ, എന്തിനാണ് ചേട്ടനോട് ദേഷ്യം? ആണല്ലേ? വെറുതെ അവനെ ദേഷ്യപ്പെടുത്താണ്. ഇല്ല വേണ്ടടാ, കൊടുക്കണ്ട. ഓടി വരും. ആന്റണി ചേട്ടൻ വന്നിട്ട് പാല് തരുമോ ബിസ്ക്കറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കണം അവന് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ആന്റണി ചേട്ടൻ വരുമ്പോഴേക്കും അവൻ ഇങ്ങനെ കുറച്ച് ദേഷ്യപ്പെടുന്നത്. ആന്റണി ചേട്ടനെ കാണുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്ന കാര്യം അതാണ്. പക്ഷെ ചേട്ടൻ പോണെന്ന് പറഞ്ഞാൽ അവൻ പിന്നാലെ ഓടിച്ചെല്ലും. ഇതിപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കൊണ്ടാണെന്ന് തോന്നുന്നു പോവാത്തത്. പോവാണ്. ആന്റണി ചേട്ടൻ പോയാൽ ചേട്ടൻ്റെ പിന്നാലെ അവനും പോവും. ചില ദിവസങ്ങളിൽ ആളത്ര വലിയ മൂഡിലൊന്നും ആയിരിക്കില്ലെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. എവിടെയെങ്കിലുമൊക്കെ മാറി ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കാറുണ്ടെന്നാണ്. പക്ഷെ ഇന്ന് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴേക്കും ആദ്യം ഒന്ന് ക്യാമറ കണ്ടവൻ ഇഷ്ടക്കേട് തോന്നിയെങ്കിലും പിന്നെ അങ്ങ് കൂട്ടായി ഓടി വന്നു കേട്ടോ ആള്. ടാറ്റാ ടോബി, ടാറ്റാ. എന്തൊരു സ്നേഹമാണെന്ന് നോക്ക്. അതിനെ ടോബിക്ക് സംരക്ഷിക്കുന്നവരോടും അവന് ഫുഡ് കൊടുക്കുന്നവരോടും ഒക്കെ ഇവിടുത്തെ ഒരാളാണ്. ഇവിടുത്തെ നമ്മുടെ ഗോശ്രീ പാളയത്തിനടുത്തുള്ള BPCLന്റെ പമ്പ്, അവിടുത്തെ ഒരാളാണ്. അവനൊരു സ്റ്റാഫാണെന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഇവിടെ ഒന്ന് ഓടി നടന്ന് നോക്കുന്നത് അല്ലേടാ? പൊക്കോട്ടെ ടോബി, ടാറ്റാ, ബൈ. പോവാണ്ടാ, ഞാനും പോവാണേ. ടോബി ബൈ. അപ്പം
എല്ലാവരും ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നുണ്ട് ടോബിയുടെ വിശേഷങ്ങള്. അപ്പൊ ഇതാണ് ടോബി. അപ്പൊ ടോബിനോട് യാത്ര പറഞ്ഞ് നമ്മളും പോവാം കേട്ടോ. പോവാം. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.